ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കപ്പയാണ്. ഇത് എനിക്ക് ആകെ 3 ചുവട് കപ്പയുണ്ട്. ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കപ്പ ഉണങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് പറിച്ചു നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ കപ്പ കൃഷി ചെയ്യുന്നത്. ഇതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 8 മാസമായിട്ടുണ്ട് ഞാനിവിടെ കപ്പ കൃഷി ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ചാണകപ്പൊടിയും കമ്പോസ്റ്റുമാണ് വളമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കപ്പ പറിച്ച് നോക്കാം. എങ്ങനെയാണ് നല്ല വിളവ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറിച്ച് നോക്കാം. ഇവിടെയാണ് കപ്പ നട്ടു വെച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഏകദേശം 8 മാസം പ്രായമായ കപ്പ. 3 ചുവട് കപ്പയാണ് ഉള്ളത്. 2 വെറൈറ്റി കപ്പയുണ്ട്. ഒന്നൊരു ചുവപ്പ് തണ്ടോട് കൂടിയതും മറ്റൊന്ന് പച്ച കളർ തണ്ടുള്ളതുമാണ്. ഏകദേശം വിളവെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. 8 മുതൽ 12 മാസം വരെയാണ് കപ്പയുടെ വളർച്ചാ കാലഘട്ടം. കപ്പ പിഴുതെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി കപ്പയുടെ ചുവട്ടിലെ മണ്ണ് ഒരു ഹാൻഡ് ഷവൽ ഉപയോഗിച്ച് നന്നായി നീക്കം ചെയ്ത് കൊടുക്കാം. ഇന്നലെ മഴ പെയ്തതുകൊണ്ട് മണ്ണ് നന്നായി നനവുള്ളത് കൊണ്ട് തന്നെ മണ്ണ് മാറ്റാൻ നല്ല എളുപ്പമാണ്. ഇന്നിവിടെ നല്ല തണുപ്പും കാറ്റുമാണ്. മണ്ണ് മാറ്റിയതിന് ശേഷം കപ്പയുടെ തണ്ട് വെട്ടി മാറ്റുന്നു. ഇപ്പോൾ കപ്പ നന്നായി കാണാൻ സാധിക്കുന്നു. ഇനി കപ്പത്തണ്ട് ഒന്ന് നന്നായി ഷേക്ക് ചെയ്തതിന് ശേഷം നന്നായി വലിച്ച് കപ്പ പിഴുതെടുക്കാവുന്നതാണ്. ദേ നോക്കിയേ, ഇത്രയും കപ്പ കിട്ടിയിട്ടോ. ഇനി ഈ കപ്പ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് വയ്ക്കാം. ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ഈ 3 കപ്പത്തണ്ട് തന്നത്. പച്ചത്തണ്ടോട് കൂടിയ കപ്പ പിഴുതെടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ കിഴങ്ങൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയ കപ്പക്കിഴങ്ങ് മാത്രമാണ് അതിൽ ഉണ്ടായിരുന്നത്. കപ്പയുടെ തണ്ട് വെട്ടി മാറ്റുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ഈ തണ്ട് അടുത്ത വർഷം കപ്പ നടാൻ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം അത്ര അന്വേഷിച്ചതിന് ശേഷം കിട്ടിയ കപ്പത്തണ്ടാണിത്. ഇവിടെ ഞങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കപ്പ വരുന്നത് കോസ്റ്ററിക്കയിൽ നിന്നാണ്. തണ്ട് വെട്ടി മാറ്റിയതിന് ശേഷം ചുവട്ടിലെ മണ്ണ് നീക്കം ചെയ്ത് 3ാമത്തെ കപ്പയും ഞങ്ങൾ പറിച്ചു നോക്കിയിട്ടോ. ദേ ഇത്രയും കപ്പ കിട്ടിയിട്ടോ. ഇവിടെ കപ്പയ്ക്ക് യൂക്ക എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ഗ്രോസറി സ്റ്റോറിൽ പച്ചക്കപ്പ വാങ്ങാൻ കിട്ടും. എന്നാൽ കപ്പയുടെ പുറത്ത് അവ ചീത്തയാകാതിരിക്കാൻ ഒരു മെഴുക് പുരട്ടിയിട്ടുണ്ടാവും. കൂടാതെ ഇവിടെ കടകളിൽ ഫ്രോസൺ കപ്പയും വാങ്ങാൻ കിട്ടും. കപ്പയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടോ. ഇത്രയും കപ്പയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ബൈ.